പ്രിയമുള്ളവരെ, നാമൊക്കെ അറിഞ്ഞതുപോലെ വളരെ സങ്കടം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത. ഒരു മകൻ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് ആ കുഞ്ഞിൻ്റെ സ്വബോധമല്ല എന്നുള്ളത് വ്യക്തമാണ്. ലഹരി എന്ന് പറയുന്ന ഒന്ന് പിടിമുറുക്കിയത് കൊണ്ട് മാത്രമാണ് ആ ഉമ്മയെ ആ മകൻ കൊലപ്പെടുത്തിയത്. ഇത്രമാത്രം ദയനീയമായ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ള് വിങ്ങുന്ന രൂപത്തിലുള്ള വാർത്തയാണ്. എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്നൊരു വാർത്തയായിപ്പോയി. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുമ്പോൾ അതിനുണ്ടായ കാര്യമെന്നുള്ളത് ലഹരിയാണ്. ലഹരി അത്രമാത്രം മനുഷ്യനെ തിന്നുന്ന ഒന്നാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേൾക്കുന്ന വാർത്തകളുടെ തോത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതുമുണ്ട്. കാരണം ഒരു ഉമ്മയെ സ്വന്തം മകൻ കൊലപ്പെടുത്തുമ്പോൾ ആ മകനിലെ യഥാർത്ഥ ബുദ്ധി നീങ്ങി മറ്റൊരു അന്തരീക്ഷം ആ മകനിലുണ്ടാവുകയാണ്. അതിലൂടെയാണ് ആ മകൻ സ്വന്തം ഉമ്മയെ കൊന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള മക്കൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനുള്ള കാരണക്കാർ നാമാണ് എന്ന ബോധ്യവും നമ്മളിലുണ്ടാകണം. മക്കളെ വേണ്ടതുപോലെ നോക്കിയില്ല എങ്കിൽ ഇതുപോലുള്ള ദുർഗതി നമുക്കും വരാം. അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്നേഹം നൽകുന്ന ഉപ്പമാർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളും ഇത്തരം വഴിയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകേണ്ടതുണ്ട്. ഇതിന് പ്രധാന കാരണമായി വരുന്ന ഒന്ന് എന്നുള്ളത് മാതാപിതാക്കളുടെ അകൽച്ചയാണ്. പല വിദ്യാർത്ഥികളെയും എടുത്തു പരിശോധിക്കുമ്പോൾ അവർ ലഹരിയുടെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന് നാം അറിഞ്ഞ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വിഭാഗം, ഏറ്റവും കൂടുതൽ ശതമാനമുള്ളൊരു വിഭാഗം മാതാപിതാക്കൾ രണ്ടുപേരും പിണക്കത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ആ മകനിൽ എന്താണോ ഉണ്ടായത് അത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായി തീർന്നിട്ടുണ്ടാകാം. നമ്മുടെ മക്കളെ നാം കൃത്യമായി നോക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മളവർക്ക് സ്നേഹം നൽകാതാകുമ്പോൾ അവർക്ക് മറ്റു ചിലർ സ്നേഹം നൽകുകയും ഇത് കഴിക്കുന്നതിലൂടെ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ തോളുകളിൽ കൈയിടാൻ ഒരുപാട് ആളുകളുണ്ടാകാം. നമ്മൾ കൈയിട്ടില്ല എങ്കിൽ അവർ കൈയിട്ടുകൊണ്ട് നമ്മളെ മക്കളെ ലാളന നടിച്ചുകൊണ്ട് അവർ ഇല്ലായ്മ ചെയ്യും. ലഹരി ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതം ഇങ്ങനെ കവർന്ന് തിന്നുമ്പോൾ ചിന്തിക്കേണ്ട വസ്തുത എന്നുള്ളത്, ഞാൻ തന്നെയാണോ എൻ്റെ മകനെ ഇത്തരമൊരു കൂട്ടുകെട്ടിലേക്ക് എത്തിച്ചത് എന്ന ചിന്ത നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. കാരണം ലഹരി കാരണത്താൽ ഒരു മാതാവിനെ മകൻ കൊന്നുവെങ്കിൽ എത്രമാത്രം വലിയ ഒരു വാർത്തയാണത്. ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മളിലേക്ക് നൽകുമ്പോൾ നാം അത് ചിന്തിക്കാനുള്ളതും നമ്മളതിനെ പരിശോധിക്കേണ്ടതുമാണ്. ഇത്തരം അവസ്ഥകൾ ഇനിയും ഉത്ഭവിച്ചുകൂടാ എന്ന ബോധം നമ്മളിലുണ്ടാകണം. നമ്മളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ നമുക്ക് നല്ല രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.